നമസ്കാരം. വൈത്താരിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വ്യത്യസ്ത കലാകാരന്മാരുടെ വ്യത്യസ്തമായ ജീവിതാനുഭവം, അവരുടെ പഠിക്കുന്ന കാലത്തെ, തുടർന്ന് അവർ ആദ്യമായി അരങ്ങിൽ പങ്കെടുത്തത്, തുടർന്ന് വ്യത്യസ്തരായ കലാകാരന്മാരുമായുള്ള ബന്ധങ്ങൾ, വ്യത്യസ്തമായ അരങ്ങുകൾ, അതിലൂടെ എന്തെല്ലാം ഈ കലയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു പരിധിവരെ അതൊക്കെ ലക്ഷ്യം കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെത്ര കണ്ട് വിജയിക്കുന്നു എന്നുള്ളത് ആസ്വാദകരോ അല്ലെങ്കിൽ കേൾവിക്കാരോ ആണോ പറയേണ്ടത്. എങ്ങനെയും ഇത്തരം കലാകാരന്മാരുടെ അനുഭവം എങ്ങനെയും കേൾക്കാത്തവർക്ക്, അറിയാത്തവർക്ക് പുതുമയായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത് തെക്കൻ ഭാഗത്ത് ധാരാളം സുപരിചിതനായ വെളമാനൂർ ശിവദാസ് എന്ന കലാമണ്ഡലം ശിവദാസനാണ്. അദ്ദേഹം കലാമണ്ഡലത്തിൽ വളരെ പഴക്കം ചെന്ന വിദ്യാർത്ഥി ആയിരുന്നു. തുടർന്ന് തെക്കൻ ഭാഗത്ത് നിറഞ്ഞ് കൊട്ടിയിരുന്ന ഒരു കലാകാരനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ അതേ തരത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെണ്ട കലാകാരനാണ്. ഞങ്ങൾക്ക് ഒരു പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ സഹപ്രവർത്തകരാണ് എന്നർത്ഥം. എങ്ങനെയും അദ്ദേഹം പഠിച്ചിരുന്ന കാലത്തെ ആശാന്മാരുടെ പഠന സമ്പ്രദായങ്ങളുടെ അനുഭവങ്ങൾ, ഒപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിൽ തട്ടിയ അനുഭവങ്ങൾ ഉണ്ടായി. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അത് നമ്മൾ ആസ്വാദകരുമായി അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് മുഖത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് കളിക്ക് പോയി കൃഷ്ണനാരാശാൻ്റെ വേഷത്തിന് യാദൃശ്ചികമായി കൊട്ടാൻ സാധിച്ച ആ അപൂർവ ദിവസത്തെ അദ്ദേഹം വളരെ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമാവുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനാരായ ആശാനെ പോലുള്ള ഒരു കലാകാരൻ്റെ വേഷത്തിന് കൊട്ടാൻ സാധിക്കുക, അതോ തുടർന്ന് ആ കഥയിൽ തന്നെ മറ്റു പല പ്രമുഖരുടെയും വേഷത്തിന് ആദ്യമായി കൊട്ടുന്ന അനുഭവം ഉണ്ടാവുക, അതേ തുടർന്ന് ആശാൻ നന്നായി കുഞ്ഞെ എന്ന് അഭിനന്ദിക്കുക, ഇതൊക്കെ ശിവദാസൻ വളരെ കൃത്യമായി ഓർക്കുന്നുണ്ട്. എങ്ങനെയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം തുടർന്ന് നിരവധി കാലം പകൽക്കുറി കഥകളി കേന്ദ്രത്തിലെ അധ്യാപകൻ ആയിരുന്നു, ഇപ്പോഴുമാണ്. ഈ പകൽക്കുറി കലാകേന്ദ്രത്തിലെ പ്രസിഡൻറ്റ് KRR നായർ ആണ് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നത്. വളരെ മാന്യനായ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരി അല്ലെങ്കിൽ അധികാരി എന്നുള്ള നിലയ്ക്ക് സർവ്വതാ യോഗ്യനായ ഒരു സംഘാടകൻ അല്ലെങ്കിൽ അധികാരി എന്നൊക്കെ പറയാം. ധാരാളം വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹമാണ് ഈ ശിവദാസനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശിവദാസൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതാനുഭവങ്ങൾ, കലാപ്രവർത്തനങ്ങളൊക്കെ കണ്ടറിഞ്ഞ ആൾ എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായി അദ്ദേഹം
ഇതിലിടപെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയും ഈ ഒരു അഭിമുഖം വ്യത്യസ്തമായ ഒരു കേൾവി കാഴ്ചയ്ക്ക് ധാരാളം വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും കേൾവിക്ക് ധാരാളം പുതുമകളുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രധാനമായും ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയും ഈ പ്രഗത്ഭരായ രണ്ട് വ്യക്തികളെ ഒപ്പം പറയട്ടെ, തെക്കൻ ശൈലിയിലുള്ള കൊട്ടിൻ്റെ ആധികാരികത ഒരു പരിധിവരെ ചോർന്നു പോകുന്നുണ്ടോ എന്ന് രണ്ടുപേരും ആശങ്കപ്പെടുന്നുണ്ട്. അത്തരം ആശങ്കകളും അല്ലെങ്കിൽ അതെങ്ങനെ ഉണർത്തണം എന്നുള്ള പ്രതീക്ഷയുമാണ് ഈ കലാപ്രവർത്തനങ്ങൾ ശരിക്കും മുന്നിട്ട് നിൽക്കേണ്ടത്. എങ്ങനെയും ഈ രണ്ടുപേരും അത്തരം ചിന്തകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ സംഭാഷണത്തിലേക്ക് പോവാം. കലാമണ്ഡലം ശിവദാസ് എന്ന വേളമാനൂർ ശിവദാസ്, KR നായർ എന്നിവരെ വളരെ സ്നേഹാദരപൂർവ്വം ഞാൻ അവതരിപ്പിക്കുന്നു. നമസ്കാരം. വായ്ത്താരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വായ്ത്താരിയിൽ നമ്മുടെ മുന്നിലുള്ളത് കഥകളി ചെണ്ടവിദ്വാനായിട്ടുള്ള ശ്രീമാൻ കലാമണ്ഡലം ശിവദാസൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വായ്ത്താരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അങ്ങയുടെ കലാജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും മറ്റ് പാരമ്പര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയണമെന്നുണ്ട്. ആദ്യമായി അങ്ങയ്ക്ക് പാരമ്പര്യമായി ഈ ഏതെങ്കിലും കലകളുമായി ബന്ധമുണ്ടായിട്ടുണ്ടോ? അങ്ങയുടെ അച്ഛനോ അമ്മയോ അങ്ങനെ കുടുംബത്തിൽ ആരെങ്കിലും കഥകളിയോ മറ്റ് കലകളിലോ പ്രാവീണ്യം ഉള്ളവരുണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാമോ? എൻ്റെ അച്ഛൻ ഭജനയ്ക്ക് ഗഞ്ചറ കൊട്ടുന്ന ആളായിരുന്നു. പഠിച്ചതൊന്നുമില്ല, നാടൻ ശൈലിയിൽ കേട്ട് പഠിച്ചതും ഒരുപാട് ഭജന ട്രൂപ്പിലൊക്കെ മത്സര ഭജനയ്ക്ക് പോവുകയും അങ്ങനെ സമ്മാനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു ആളായിരുന്നു. ഗഞ്ചറ കൊട്ടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ട്രൂപ്പിലായിട്ട് വരെ ഭജനയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് അച്ഛന് പിന്നെ ചെണ്ടക്കൊട്ട് പഠിക്കണമെന്നുള്ള ഒരാഗ്രഹം വന്ന് നമ്മുടെ ഈ കഥകളി നടനായ വേളാവിന് താമസമാക്കിയ കരിമ്പാലൂർ നാരായണനുള്ള ആശാൻ ഇങ്ങനെ ആശാനോട് അഭിപ്രായം പറഞ്ഞു. ചേർത്തല പപ്പനാശാൻ പറഞ്ഞ ഒരാശാനെ കൊണ്ടുവന്നു വീട്ടിൽ വെച്ച് അച്ഛനെ കുറേ നാൾ ചെണ്ട പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് അതെന്തോ അരങ്ങേറ്റമൊക്കെ നടത്തുന്ന വരവും വരെ ആയപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും ആശാൻ എന്തോ അസുഖം വന്ന് വരാനുള്ള ബുദ്ധിമുട്ടും ചൊല്ലിയാട്ടം നടത്താനുള്ള ബുദ്ധിമുട്ടുള്ളത് അതങ്ങ് മതിയായി. അങ്ങനെ കരുതുമ്പോഴാണ് ഈ കരിമ്പാലൂർ നാരായണ ആശാൻ വേളമാനൂർ കുറേ കുട്ടികളെ കഥകളിയും ആശാൻ്റെ മകനെ ചെണ്ട പഠിപ്പിക്കാനും തുടങ്ങുന്നു പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ടേ ഇയാൾ കുറേ ആൾ ചെണ്ട പഠിച്ചില്ലേ ഒന്നും പൂർത്തിയാക്കുന്നതല്ലേ, ഇവിടുന്ന് ഇങ്ങനെ വരാനുള്ള നാരായണൻകുട്ടി എന്ന ഒരു ആശാനും ഇവിടെ എൻ്റെ മകനെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്, ഇയാളെ മകൻ ശിവാസനെ കൂടെ വിടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനും കൂടെ പോയി. 1976 ചെണ്ട പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് അപ്പം സഹോദരിമാർ രണ്ടുപേര് കഥകളി, ഈ കരിമ്പാലൂർ നാരായണനുള്ള ആശാൻ്റെ 3 മക്കളും വേറെ എല്ലാവരോടും ഒരു 12 പേര്, 2 പേര് ചെണ്ടയും കഥകളിയായിട്ട് പഠിക്കാൻ തുടങ്ങി. വേളമാനൂർ അമ്പലത്തിൽ വെച്ച് 1977 ഡിസംബർ 25 അരങ്ങേറ്റം നടന്നു. പുറപ്പാട് മേളപ്പതാണ് അന്ന് കുട്ടിയത്. അന്ന് പിന്നെ കൊച്ചൂട്ടനാണ് മന്ത്രത്തിന്, കലാമണ്ഡലം സുരേന്ദ്രനാണ് പാട്ടിന്. അപ്പോൾ ഈ ആശാൻ്റെ വീട്ടിൽ വെച്ച് ഏതാണ്ട് ഒരാഴ്ചയോളം ചൊല്ലിയാട്ടവും. അങ്ങനെ 77 ഡിസംബർ 25 വേളാമനൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് സുപ്രസിദ്ധ കഥകളി നടനും ആചാര്യനുമായിരുന്ന പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായർ അവർക്കായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്. ആശാനായിരുന്നു ഇത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തിയത്.
അന്ന് കലാഭാരതി ഇവിടെ കളിയോഗമായിരുന്നു. അതിന് നല്ല ഓർമ്മയുണ്ട്. അതിൻ്റെ നോട്ടീസ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ നോട്ടീസ് എൻ്റെ കൈവശവും ഉണ്ട്. അതിനുശേഷം ഇവിടെ അരങ്ങേറ്റം നടന്നു. അതിനുശേഷം തുടർ പഠനം എങ്ങനെയായിരുന്നു? ആരായിരുന്നു ഗുരുക്കന്മാർ? അത് കഴിഞ്ഞ് 2 വർഷം പിന്നെ നാരായണൻകുട്ടി എസ് ഇങ്ങോട്ടുള്ള വരക്കം മതിയായിക്കൊണ്ട് ആശാൻ്റെ വീട്ടിൽ പോയി കൂടുതൽ സമയം കഴിഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോ ഈ കടയ്ക്കവർ വക്കത്തായിരുന്നു താമസം. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളിൽ നിന്ന് വൈകുന്നേരം അങ്ങ് പോകും. ഞായറാഴ്ച വൈകുന്നേരം വരും. അങ്ങനെ വീട്ടിൽ പോയി 2 വർഷത്തോളം പിന്നെയാണ് കേളി കഥകളിക്കുട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം 79-ലാണ് കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. അവിടെ ആരൊക്കെയായിരുന്നു സതീർത്ഥന്മാർ? കൂടെ പഠിച്ച ആരൊക്കെയായിരുന്നു? കൂടെ പഠിച്ചത് വയനാട്ടിലുള്ള ഒരു അരവിന്ദാക്ഷൻ, പിന്നെ പാലക്കാട് സ്വദേശി ദേവരാജൻ, പിന്നെ ചാലക്കുടി കറുകുറ്റി ഉള്ള ഒരു കുമാരൻ. അപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു ആ വർഷം. അവരിൽ ആരെങ്കിലും ഇപ്പോഴും കഥകളി രംഗത്ത് പ്രഗത്ഭരായി തുടരുന്നുണ്ടോ? കഥകളി കുട്ടനെക്കാട്ടും കൂടുതൽ ഈ താഴമ്പയ്ക്കും ഈ മേളത്തിനുമൊക്കെ ദേവരാജൻ ഇപ്പോഴും തുടരുന്നുണ്ട്, പോകുന്നുണ്ട്. കലാമണ്ഡലത്തിൽ ആരൊക്കെയായിരുന്നു അങ്ങയുടെ ഗുരുക്കന്മാർ? അവിടെ അച്ചുണ്ടി പൊതോളാശൻ, ചന്ദ്രമന്യാടി രാശൻ, പിന്നെ കൃഷ്ണൻകുട്ടി പൊതോളാശൻ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വരുമായിരുന്നു. പിന്നെ 77-ലാണ് ഒരു നീണ്ട കാലയളവിന് ശേഷം തെക്കൻ കളിക്ക് അവിടെ തുടങ്ങി. അപ്പോൾ അതിൽ വാരണാസി മാധവൻ നമ്പൂരി ആശാൻ ആയിരുന്നു തെക്കൻ കളി ആശാൻ. എന്നാലും കൂടുതൽ പഠിപ്പിച്ച എല്ലാം അച്ചുണ്ടി പൊതോളാശാനാണ്. കാരണം ആരുണ്ടെങ്കിലും അച്ചുണ്ടി പൊതോളാശാനാണ് നിർബന്ധമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. എത്ര വർഷം കലാമണ്ഡലത്തിൽ ഞാനവിടെ വിദ്യാഭ്യാസം തുടർന്നു? 4 വർഷം. 77-ൽ ചേർന്ന് 83 മാർച്ചിൽ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 1 വർഷം കൂടെ പഠിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിന് അച്ഛന് സുഖമില്ലാതെ ഒന്നുകൊണ്ട് ഒരു പഠനം പഠിക്കാൻ കഴിഞ്ഞ് പോരുകയാണ് ചെയ്തത്. അവിടെ അവസാന പരീക്ഷയിൽ മുകുന്ദരാജയുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്ന താങ്കൾ അർഹനായിട്ടുള്ള അല്ല, മുകുന്ദരാജല്ല, ഈ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന മൂത്തമൻ അവാർഡ്. മൂത്തമൻ അവാർഡ് ആ വർഷം എനിക്കാണ് കിട്ടിയത്. അന്ന് ഉളപ്പമണ്ണയായിരുന്നു കലാമണ്ഡലം ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ 4 വർഷത്തെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റും ഈ അവാർഡൊക്കെ മേടിച്ചത്. അപ്പോൾ അവിടുന്ന് പാസ്സായി ഇറങ്ങിയതിന് ശേഷം അങ്ങ് ഈ അരങ്ങുകൾ ഒരരങ്ങിൽ നിന്ന് മറ്റൊരു അരങ്ങിലേക്ക് ഇങ്ങനെയുള്ള യാത്ര തുടർന്നപ്പോൾ ആരൊക്കെയായിരുന്നു അങ്ങയുടെ മുൻകാല സീനിയറായിട്ടുള്ള കലാകാരന്മാർ അങ്ങേക്ക് സഹായമായി ഉണ്ടായിരുന്നത്? ഓർക്കുന്നുണ്ട്? ചെണ്ടയ്ക്ക് ഞാനിങ്ങനെ ഈ ഒരിടത്തും കഥകളി കാണാൻ പോകുമ്പോൾ കൂടുതൽ പോയിട്ടുള്ള നാവായിക്കുളം അമ്പലത്തിൽ, മുഖത്തൽ അമ്പലത്തിൽ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി ദിവസം പുതുവളാശനോ ആരെങ്കിലും അവിടെ കൊട്ടാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലാറുണ്ട്. അവിടെ വെച്ച് പിന്നെ കേശവനാശാനെ, വാരണാസി ആശാനെ, ഇതിനെയൊക്കെ നാവായിക്കുളത്തും ഗണപതി അമ്പലത്തിനും ഇവിടെയൊക്കെ കാണാറുണ്ട്. അവിടെ നിന്ന് അപ്പുട്ടിപ്പൊളാശൻ വരുമ്പം നമ്മൾ പോയി കാണാറുണ്ട്. ഇവിടെ ഒരു വിധമുള്ള കഥകളി സ്ഥലത്തെ കഥകളി കാണാൻ പോയിരുന്നു. നമുക്ക് പരിപാടി കിട്ടുന്ന വളരെ അപൂർവമാണ്. ഇങ്ങനെ ഒരാൾ പഠിച്ചിറങ്ങിയെങ്കിലും ഒരു പരിസ്ഥിതിയൊന്നും ആയിട്ടില്ല. അപ്പോൾ കഥകളി ഉള്ളിടത്ത് ഇങ്ങനെ ഏതെങ്കിലും കളിയോ പേരോ ഇവിടെ വണ്ടിക്കകത്ത് കയറി ഇരുന്നോ അങ്ങനെ കളി കാണാൻ പോകുമായിരുന്നു. എങ്കിലും അങ്ങ് ഈ കഥകളി അരങ്ങുകളിൽ ഉത്സവ മേളങ്ങളിലും ഉത്സവങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന കഥകളി പരിപാടിയിലും ക്ലബ്ബുകൾ നടത്തുന്ന കഥകളി, മറ്റ് കഥകളി പ്രോഗ്രാമുകളിലെല്ലാം കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ട് 50 വർഷത്തിലധികമുള്ള കലാസബരിയാണ് അങ്ങിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്. 50 47 വർഷമാകുന്നേ ഉള്ളൂ. കഴിഞ്ഞ 47 വർഷമായി അങ്ങ് ഈ കഥകളി നിൽക്കുകയാണ്. അപ്പോൾ 1000 അരങ്ങുകളിൽ വിവിധങ്ങളായ വേഷങ്ങൾക്ക് വിവിധങ്ങളായ കലാകാരന്മാർക്ക് വേണ്ടി മേളമൊരുക്കുന്ന അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം മുൻകാല പ്രധാനപ്പെട്ട കഥകളി ആചാര്യന്മാരുമായിട്ട് പ്രവർത്തിക്കാൻ അങ്ങേക്ക് അവസരമുണ്ടായിട്ടെന്ന് ഓർക്കുന്നുണ്ടോ?
ആചാര്യന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ 83 കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം 84 85 കിളിമാനോ RRV സ്കൂളിൽ ഒരു ടിക്കറ്റ് വെച്ച് ഒരു കഥകളി ഉണ്ടായിരുന്നു. അപ്പോൾ നളയരുതും 2-ാം ദിവസമാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചെങ്കിലും നളയരുതൊന്നും കുട്ടിശീലമൊന്നുമില്ല. അപ്പോൾ അവിടെ ചന്ദ്രമന്നയുടെ ആശാനും അപ്പുട്ടിപ്പതോള ആശാനും, അപ്പോൾ ചെണ്ട ഞാനാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ എവിടെയെങ്കിലും ആശാനെ സഹായിക്കാൻ പറഞ്ഞ് ഞാനും കൊച്ചുകൂട്ടനായിരുന്നു ഉള്ളത്. ഉണ്ണികൃഷ്ണ കുറുപ്പാശാനും ഗംഗാരാശാനുമാണ് ആയിരുന്നു പാട്ട്. അന്ന് കൃഷ്ണനാരാശാൻ്റെ മളൻ, ചെറക്കര മാതൻകുട്ടി ആശാൻ്റെ ദമയന്തി, വടവൂരാശാൻ്റെ കാട്ടാളൻ, രാമേന്ദ്രവണ്ണത്താൻ ചേട്ടൻ്റെ കലി, വിജേഷവണ്ണത്താൻ്റെ ദാവരൻ. അത് നെടുങ്കത്തിയായിട്ടാണ് അന്ന് പോയത്. ഇവിടെ RLV രവി എന്ന് മൂതൽ രവി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇന്ദ്രൻ, വടവൂരാശാൻ്റെ കാട്ടാളൻ. അപ്പോൾ ഒരു 6 മണിക്ക് കളി തുടങ്ങണമെന്ന് പറഞ്ഞു. 4 മണി ആയപ്പോൾ അപ്പുട്ടിപ്പുളാശാനും കുറുപ്പാശാനും എത്തി. ആശാൻ ആശാൻ വന്ന ഉടനെ എവിടെ ശിവാസൻ എവിടെയെന്ന് ചോദിച്ചോളാം. ഞാൻ എന്ന് പറഞ്ഞു, ഇടോ മന്നേടിയിൽ വരത്തില്ല, തൃശ്ശൂർ വരെ വന്നപ്പോൾ കാല് നീരായി തിരിച്ചു പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നളയരുതൊന്നും കൂട്ടിയിട്ടില്ല. ഈ ആശാന്മാരെ കണ്ടപ്പോഴേ ഞാനാകെ പേടിച്ചുപോയി. അപ്പോൾ അന്ന് അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആട്ടമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ പോന്നെ. അപ്പോൾ രാമേന്ദ്രൻ ഉണ്ണത്താനാണ് അത് വിട്ടത്. മറ്റുള്ള ആശാന്മാരെ എല്ലാം നൂറത്തുണ്ട്. നമ്മൾ കൃഷ്ണനാരാശാൻ്റെ അനുവാദം മേടിച്ചാൽ. അപ്പം അതിൽ ആ 56 വർഷകാലത്തിലെ ഇരട്ടിയൊക്കെ കൊട്ടാൻ അറിയാം. പക്ഷെ അത് എവിടെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അത് വന്ന് തുടങ്ങിയാൽ തെറ്റിക്കാതെ നമ്മളെല്ലാവരും കളരി താളം പിടിച്ചാൽ കൊട്ടുന്നുണ്ട്. അത് തെറ്റിക്കാൻ കൊട്ടിക്കൊള്ളും. എവിടെ തുടങ്ങണം, എവിടെയാണ് ഇരട്ടി കൊട്ടേണ്ടത്, അതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ രാമേന്ദ്രൻ ഉണ്ണത്താൻ എന്നെ കൃഷ്ണനാരാശാനെ കണ്ട്, ഇന്നിപ്പോൾ കഥകളി നടക്കില്ല ആശാനെന്നാ. എന്താ മന്നയുടെ ആശാൻ വരത്തില്ല. അപ്പോൾ ആശാൻ കളി മുടങ്ങുമെന്നൊക്കെ ആയപ്പോഴത്തേക്ക് ആശാൻ ഒരു അങ്കലാപ്പ് വിലയായി. വേറെ ആരും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ യവനാണ് ഉള്ളത്, അത് മതി, അവരെ കൊണ്ടൊക്കെ നല്ല കുട്ടിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൊട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് ഗംഗാരാശൻ പറഞ്ഞിടാ, അത് കലാശം തുടങ്ങേണ്ട സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇലത്താളത്തിൽ അമർത്തി കാണിച്ചു തരാം. അവിടെ അങ്ങ് തുടങ്ങിയാൽ ഞാൻ അപ്പം ചിലപ്പോൾ അപ്പുട്ടിപ്പുളാശൻ നോക്കിയൊക്കെ ചെയ്യും. അപ്പോൾ അപ്പുട്ടിപ്പുളാശൻ്റെ അടുത്ത് നിന്ന് അനുവാദം മേടിച്ച്, ഞാൻ തന്നെ നോക്കത്തില്ല, താൻ എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് അകലത്തിലാണ്. അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവിടെ വന്ന് 6 മണി എന്ന് പറഞ്ഞ് ഇപ്പോഴും വേറെ ഈ ചെമ്പൂർ കലാനിലയത്തിൽ പഠിച്ച ഒരു ശിവാനന്ദനുണ്ട്. ശിവാനന്ദന് പോയി വണ്ടി എടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ രാമേന്ദ്രനുണ്ട് തന്നെ രംഗരാസനാണ് അത് പിന്നെ സമ്മതിക്കാൻ. എന്തായാലും അവൻ 4 കൊല്ലം അവർ പഠിച്ചില്ലേ. ആ ഇരട്ടിങ്കിലും കൊട്ട അറിയാമെന്ന് നമുക്കൊന്നും നോക്കാം. എൻ്റെ കൃഷ്ണനാരാശൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഗോവേശ്വരൊന്നും കുഴപ്പമില്ല. അങ്ങനെ അക്കാലത്തുള്ള പ്രധാനപ്പെട്ട മേജർ നടന്മാരുമായിട്ടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായാലും ആ കലാശമെല്ലാം കിട്ടി. അപ്പോൾ ഇങ്ങനെ എവിടെ കൊട്ടണമെന്നൊക്കെ ഇങ്ങനെ കലാശന കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ കലിതാവൂരിനെ കുറച്ച് കൊട്ടിട്ടുണ്ട്. നമ്മൾ വേറെ ഏതെങ്കിലും ചണ്ടക്കാരെ കൂടെ പോയാൽ ഈ പതിഞ്ഞ ആദ്യ രംഗം മെയിൻ ചണ്ടക്കാരാണ് കൊട്ടുന്നത്. കലിതാവൂരിനൊക്കെ ഡബിളിനും അല്ലാതെയൊക്കെ കുറേശ്ശെ കുട്ടി ശീലമുണ്ട്. പിന്നെ രാമേന്ദ്രനോടത്തനൊക്കെ ആയതുകൊണ്ട് ഒന്നും പറയത്തില്ല. നമ്മളെ കൂടെ ഉത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ആ ഇരട്ടി കൊട്ടി തീർന്നപ്പോൾ എന്നെ കൃഷ്ണനാരാശൻ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി ഒന്ന് ചിരിച്ച്. ഇനി കളിയാക്കിയതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും എന്താണെന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും അന്ന് 6 മണി 6:30 തുടങ്ങി കളി ഏതാണ്ട് 12 മണി 1 മണി കഴിഞ്ഞിട്ടാണ് വന്ന് ഊണ് വരെ കഴിച്ചത്. അതാണ്. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഇവരെല്ലാവരും സഹായിച്ചുകൊണ്ട് അങ്ങനെ കളി കഴിച്ചു കൂട്ടി. പിറ്റേന്ന് എന്തോ കേരള പത്രത്തിലൊക്കെ വാർത്ത വന്നു. അന്നൊന്നും പത്രമില്ല, പത്രമൊന്നും വരുത്തുന്ന ആളല്ല.
അതൊരു സൂപ്പർ മേജർ കളിക്ക് മൈനർ മൈനർ ചെണ്ട കൊട്ടുന്നത് ചെണ്ടമേളം അങ്ങനെയാണ് വാർത്ത വന്നത്. അത് കഴിഞ്ഞ് ഒരു നൃത്തകലാകാരൻ എന്ന് പറഞ്ഞ് ഒരു ദൈമാസികയിൽ നാവായിക്കുളം കഥകളി സംഘത്തിൻ്റെ ഗവൺമെൻറ് സുലിതത്ത് ആ മാസികയിൽ എന്നെ പറ്റി കാര്യമായിട്ട് എഴുതിയായിരുന്നു, വാർത്തയൊക്കെ എഴുതിയായിരുന്നു. അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൃഷ്ണരാശൻ പറഞ്ഞ് ആ ചെണ്ട കുട്ടിയെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത് വന്ന് കാലി തൊട്ടെടുത്ത് അപ്പോൾ ആശ ആദ്യം ചോദിച്ചു വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുട്ടി കുളമാക്കി വെള്ളം കുടിച്ചോ എന്നാണോ അതോ ഇനി എന്താണെന്നുള്ള സംശയം വന്നു. അപ്പോൾ ആശാൻ തന്നെ അണിയറക്കാരുടെ അടുത്ത് പറഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞ് സോഡയോ നാരങ്ങയുള്ള തന്നു ഒന്നുകൂടെ കാലിലൊക്കെ തൊട്ട് എന്ന് പറഞ്ഞു. നന്നായി വരും എന്നൊരു വാക്കാശാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കലാമണിത്തിറങ്ങി സുന്ദരി സ്വയംവരം ആദ്യമായിട്ട് കാണുന്നതിൽ കൊല്ലം ആശ്രാമം അമ്പലത്തിൽ ആ കഥ കണ്ടിട്ടുമില്ല, ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. ഇനി മുതായ്ക്കൽ ഗോപിനാഥനാശാനാണ് അത് പാടുന്നത്. അന്ന് കരുപ്പാടാശാനുണ്ട്, പിന്നെ ചെന്നിത്തലാശാനുണ്ട്, തോന്നയ്ക്കൽ പിതാമഞ്ചേട്ടുണ്ട്. അന്ന് ഈ പിന്നെ കലാമണ്ഡലം മുരളി എന്ന് പറഞ്ഞൊരു കഥകളി നടനുണ്ട് കുട്ടിത്തുറ. കലാമണ്ഡലം വേണുക്കുട്ടൻ്റെ അളിയനാണ്. അപ്പോൾ അതിൽ ആരൊക്കെ കഥാപാത്രമുണ്ട്, ആരൊക്കെയാണ് വരുന്നത്, കത്തിവേഷമാണ് അത് എന്ന് പറഞ്ഞു. അന്ന് കീരിക്കാട് മുരളി എന്ന് പറഞ്ഞ ഒരു ആശാനായിരുന്നു അന്ന് മദ്ദളം. അദ്ദേഹമാണ് ഈ അരങ്ങലും അടുത്ത ദുര്യോധനാണ് കടോപച്ചനാണെന്നൊക്കെ പറഞ്ഞു തന്നതും. അപ്പോൾ ഈ തെക്കൻ തിരനോട്ടം നന്നായിട്ട് കൊട്ടണമെന്നാണ് ഒരുപാടാശാൻ്റെ ഒരു നിർബന്ധം. വേറെ ഒന്നും ആശാൻ പ്രശ്നമില്ല. അപ്പോൾ ഈ തെക്കൻ തിരനോക്കം ഇങ്ങനെ കലാമണ്ഡലത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് ആ തിരനോക്കം കഴിഞ്ഞപ്പോൾ തന്നെ ആശാന് സന്തോഷമായി. അങ്ങനെ ഈ രണ്ട് കഥകളും ആ ഒരു കളി ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം പത്മശ്രീ ഗുരു ചെങ്ങന്നൂർ രാമപിള്ളാശാൻ്റെ പേരിൽ ഒരു സ്ഥാപനം നടക്കുന്ന കലാഭാരതി എന്ന് പറയുന്ന സ്ഥാപനം നടക്കുന്ന സ്ഥലത്താണ്. ആ മഹാനടനുമായിട്ട് നാട്യാചാര്യനുമായിട്ട് അരങ്ങ് പങ്കിടാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തെക്കൻ നാട്ടിൽ മടവൂരാശാൻ്റെ വേടത്തിൽ ഏറ്റവും കൂടുതൽ കൊട്ടിട്ടുള്ള ഞാനാണെന്ന് തന്നെ വളരെ അധികാരത്തോട് ഞാൻ പറയും. ആശാൻ്റെ എല്ലാ വേഷത്തിനും ഞാൻ കൊട്ടിയിട്ടുണ്ട്. ഈ മരിക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ് ശക്തികുളങ്ങര അമ്പലത്തിലെ കർമ്മോത്സവം ആശാൻ്റെ ഉന്തിയായിരുന്നു. സ്വതനം കൃഷ്ണൻകുട്ടി ആശാൻ്റെ കർണായിരുന്നു. ആ കഥയ്ക്ക് ഞാനാണ് കൊട്ടിയത്. ഏറ്റവും കൂടുതൽ ആശാന് കുട്ടികളുടെ കത്തിവേഷങ്ങളാണ് ബാണനും കീചകൻ രാസ്തമുള്ള. അദ്ദേഹത്തിൻ്റെ സ്മരണീയയിൽ മടവൂർ മസൂനാരാശാൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള സ്മരണീയയിലും അദ്ദേഹത്തിൻ്റെ 1000 അരങ്ങുകളിൽ കൊട്ടിയിട്ടുള്ള ചെണ്ട കലാകാരൻ എന്നുള്ള വിശേഷണം അങ്ങയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടായിരുന്നു ചെങ്ങന്നൂർ ആശാനാണ്? ഇല്ല, കണ്ടിട്ടുണ്ടോന്നുള്ളത് അത് ഏറ്റവും വയസ്സുകാലത്ത് ഇങ്ങനെ പകൽക്കുറി അമ്പലത്തിലെ കഥകളി കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഇത് ചെങ്ങന്നൂർ ആശാനാണ് ആണെന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മടവൂരാശാൻ്റെയും മങ്കൊമ്പാശാൻ്റെ ആശാനാണെന്ന് പറഞ്ഞ് കേട്ടിട്ട് അല്ല കണ്ടതായിട്ട് നല്ല ഓർമ്മ. അങ്ങയുടെ ഈ കലാ ജീവിതത്തിൽ ഈ കഥകളി അരങ്ങിൽ ഈ കൂട്ടായി നിൽക്കുന്ന ഏറ്റവും സൗകര്യപ്രദമായി ആട്ടവും താളവും മേളവും ഒന്നിച്ചിണങ്ങിക്കൊണ്ടുപോകുന്നതിന് ഏറ്റവും പറ്റി എന്ന് തോന്നിയിട്ടുള്ള കഥകളി നടനാരാണ്? അങ്ങനെ ആരാണെന്ന് വെച്ചാൽ അത് ഏറ്റവും ഒന്നുകൂടെ ചുരുക്കി പറയാം. എൻ്റെ അതായത് അങ്ങേക്ക് ഏറ്റവും പിന്നെ സൗകര്യപ്രദമായി വേഷക്കാരനും ചെണ്ടക്കലാകാരനും വളരെ ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന കലാകാരൻ ആരാണ്? കൂടുതലും ചെണ്ടയ്ക്ക് എന്ന് പറഞ്ഞ കലാമണ്ഡലം കേശവനാശാനാണ്. ഒരുപാട് പ്രാവശ്യം ഈ വർക്കല വെട്ടൂരും നാവായിക്കുളത്തൊക്കെ ധാരാളം കൊട്ടിട്ടുണ്ട്. ഈ വർക്കല കുരക്കണ്ണി വലിയ വീട്ടിലെന്ന് പറയുന്നത് സ്ഥലത്തും എങ്ങനെ വേണമെങ്കിലും ആശാൻ്റെ കൂടെ കൊട്ടാം.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്ന സദന വാസുദേവൻ എന്ന് പറഞ്ഞ അതിൻ്റെ കൂടെയാണ് ഈ മൂതല ഒരു അമ്പലത്തിൽ സദനക്കാരെ മേളമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഞാനും ഉച്ചൂട്ടനാണോ വേണുക്കുട്ടനാണോ എന്നും അറിയാൻ വയ്യ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വാസുവശം വന്നിട്ടില്ല. അന്ന് ഈ ആറിൽ ജെവി എന്ന് പറഞ്ഞ കഥകളി നടനാണ് അതിൻ്റെ കളിയുടെ ചുമതല. അവിടെ വന്ന് സദനക്കാർ വരുന്നൊന്നും നോക്കി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു താടിയൊക്കെ വെച്ചൊരു അശോകനെ അന്നിറങ്ങി വേറെ ആരോ ആണ് ചെണ്ട കൊണ്ടുവന്നു. അവിടെ വന്ന് പറഞ്ഞ് മേളപ്പദമൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ ഒന്നും മേളപ്പദമൊന്നും കൊണ്ടിട്ടില്ല. അത് നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ജെവി അശാനാണ് ഈ വാസുവാസനെ കൊണ്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അവിടെ മേളപ്പദം വേണമെന്ന് അവർ പറയുന്നു. കലാമൃത്തി അച്ഛനോടാശം ഏത് എണ്ണങ്ങളൊക്കെയാണ് പഠിച്ചത്. ആ എണ്ണം ആദ്യം കൊട്ടിക്കണമെന്ന് പറയും. എല്ലാ എണ്ണവും തുടങ്ങി വിട്ടാൽ മതി, അതിൻ്റെ ബാക്കി ഞാൻ കുട്ടിക്കൊള്ളാം. പിന്നെ ഞാൻ കുട്ടുമ്പോൾ നല്ലപോലെ ഒന്ന് അമർത്തി താളം പിടിച്ചിടണമെന്നൊക്കെ പറഞ്ഞു. അതിന് 15 എണ്ണമൊന്നുമില്ല, നവകയൊന്നുമില്ലായിരുന്നു. കുസുമച്ചി ഞാൻ കൂടി പാടി തുടങ്ങി. അന്ന് ഗംഗരാശനും PG രാധാകൃഷ്ണനും കൂടെ ആണ് അന്ന് പാടുന്നത്. അപ്പോൾ അവർ പാടുന്ന കേട്ടാൽ ആരാ പൊന്നാരി പാടുന്ന ആരാ ഞങ്ങടി പാടുന്ന കുഴപ്പമില്ല, അത്ര യോജിപ്പായിരുന്നത്. ഒരു പാടത്തിലെന്നൊക്കെ പറഞ്ഞ് എന്തോ പ്രശ്നമോ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഈ മുതൽ ദേവികാശൻ്റെ അച്ഛനും കൂടി ഇടപെട്ടാണ് വാസുവിലാശൻ എന്നാണ് പേര്. അതായത് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ നാടിൽ നിങ്ങൾ രണ്ടും കൂടെ പാടിയ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ കുസുമജ കഴിഞ്ഞ് ചിലവേലയിൽ ആ എണ്ണവും ഞാൻ തന്നെയാണ് കുട്ടിയത്. വേദപത്മാവതി ആദ്യം കുട്ടിയിട്ട് താളം പിടിച്ചോണം പറഞ്ഞു. ആദ്യം എന്നെ കൊണ്ട് കുട്ടിച്ച് ഉണ്ടാകാൻ ആശാൻ കൊണ്ട് കൊട്ടാൻ തുടങ്ങി. കൊട്ടാൻ തുടങ്ങിയപ്പോഴേ അവിടെ നിന്ന് താളവും എല്ലാം ആശാനിലെ ഇടി വെട്ടി മഴ പെയ്തതുപോലെ ഒരു അഭ്യാസം നടത്തി. അത് ആരുണ്ട് അപ്പോൾ പറഞ്ഞേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ താളം സത്യങ്ങളെ പറഞ്ഞില്ലേന്നോ അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ്. പിന്നെ ആശാൻ്റെ കൂടെ ധാരാളം കുട്ടികളുണ്ട്. ആശാനും നമ്മുടെ കൂടെ ഏറ്റവും സഹകരിക്കുന്ന ആളാണ്. കുറച്ച് ചെണ്ടക്കാർ കൂട്ടത്തിൽ ഉള്ള ആളാണ്. അതിനിടയ്ക്കൊരു ചോദ്യം, ഈ മേളപ്പദം കഥകളിയുടെ ഒരു ചടങ്ങുകളിൽ ഒന്നാണ് മേളപ്പദം എന്ന് പറയാം. അപ്പോൾ ആ മേളപ്പദം എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇന്ന് കഥകളി അരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ മേളപ്പദത്തിൻ്റെ ഒരു ചാരുത നമ്മളെ കഥകളിക്ക് ഒരു കൂടുതൽ മേന്മ അല്ലെങ്കിൽ ഒരു നന്മ ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ ഈ മേളക്കാരുടെയും പാട്ടുകാരുടെയും ഒരു കഴിവ് കാണിക്കുന്നത് കൂടെയാണ് മേളപ്പദം. അപ്പോൾ അത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് എണ്ണങ്ങൾ എന്തെങ്കിലും മാറ്റിക്കൊട്ടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. കഥകളിക്കുട്ടനെന്ന് പറയുമ്പം ചെണ്ടക്കാരന് അത്ര സ്വാതന്ത്ര്യമില്ല. ആ നടൻ കാണിക്കുന്നതനുസരിച്ച് നടൻ്റെ ഭാവത്തിന് അനുസരിച്ച് നമുക്ക് കൊട്ടാൻ പറ്റും. കഥകളിക്കൊട്ടെന്നാണ് പറയുന്നത്. കഥകളി പാട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മേളപ്പദം അല്ലെങ്കിൽ തായമ്പയൊക്കെ ആകുമ്പോൾ ചെണ്ടക്കാരൻ്റെ ഇഷ്ടം പോലെ ചെമ്പടോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ചെണ്ടക്കാരൻ ഇഷ്ടം പോലെ കൊട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, 1.5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. ഉപേശൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആശാൻ്റെ ഒക്കെ കഥകളി കാണാൻ വന്നിരിക്കുന്നവർക്ക് അത് കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഈ 1.5 മണിക്കൂർ മേളപ്പദം കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതുകൊണ്ട് പലയിടത്തും മേളപ്പദം പുറപ്പാട് തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മേളപ്പദത്തെ കുറിച്ച് ഒരു ചോദ്യം കൂടെ ഇടയ്ക്ക് അതൊരു കുസൃതി ചോദ്യമാണെന്ന് തോന്നിയാൽ ഇപ്പോൾ ഇരട്ട മേളപ്പദം, ട്രിപ്പിൾ മേളപ്പദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുതിയ ഒരു അധ്യായം കഥകളി രംഗത്ത് ആ ഒരു പ്രവണത ആരംഭിച്ചു വരുന്നതായി എനിക്ക് ഇങ്ങനെ പലയിടത്തും നോട്ടീസ് അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നു. അതിനെക്കുറിച്ച് കഥകളി ആചാര്യൻ എന്നുള്ള നിലയിൽ എൻ്റെ വിദ്വാൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഡബിൾ മേളപ്പദം കൊട്ടാൻ ധാരാളം പോയിട്ടുണ്ട്. ട്രിപ്പിൾ കൊട്ടാൻ ഒരുപാട് സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. കാരണം ഈ 2 ചെണ്ടക്കാർ 2 ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. 3ാമത് ചെല്ലുന്ന ആൾ എവിടെ നിൽക്കും?
ഇപ്പോൾ വിളിച്ച ആളിൻ്റെ അടുത്ത് നമ്മളെ അടുത്തുള്ള സ്ഥലത്തുള്ള ആൾ തന്നെയാണ് വിളിച്ചത്. വിളിച്ച ആളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വന്നാൽ വിളക്കിൻ്റെ നടുക്ക് നിൽക്കും മേളപ്പതാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് ആൾക്കാരെ ഇടയ്ക്ക് പോകും നിൽക്കും. ഞാൻ 3-ാം ചെണ്ടക്കാരനാണ്. ഞാൻ പറഞ്ഞു ഒരാളെ കൂടെ വിളി, 4ആക്കാം. ഒരു കമ്പ് 4ആക്കാൻ എളുപ്പമാണ്, 2ആക്കാൻ എളുപ്പമാണ്. 3ആക്കുമ്പോൾ 3 ഒരുപോലെ ഇരിക്കണമെങ്കിൽ ഒന്നുകൂടെ അളന്നെങ്കിലും മുറിക്കാൻ പറ്റൂ. 4ആക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി സമ്മതിച്ചില്ല. അതിനുശേഷം പുള്ളി മരിക്കുന്നിടം വരെ ഞാൻ ആ അമ്പലത്തിൽ കഥകളിക്ക് കൊട്ടാൻ പോയിട്ടില്ല. മരിച്ച പിറ്റേ വർഷം എന്നെ വിളിച്ച് ഞാൻ പോവുകയും ചെയ്തു. അന്ന് ഇയാൾ ദേഷ്യപ്പെട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പം ഫോണിൽ കൂടെ വളരെ ആവശ്യമില്ല സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ കാലം കഴിഞ്ഞ് ഞാൻ അവിടെ കൊട്ടാൻ വരത്തോളം എന്നെ കൊണ്ടാകാൻ പറയിച്ച്. അതാ പറഞ്ഞു. ഒരു 2 കൊല്ലത്തിനാകുമ്പോൾ വണ്ടി അപകടത്തിൽ പുള്ളി മരിച്ചു. എന്തായാലും ഞാൻ ത്രിപിള് ഇതേവരെ കൊട്ടിയിട്ടുമില്ല, ഇനി കൊട്ടാൻ ഉദ്ദേശമില്ല. അങ്ങനെയുള്ള കളിയും വേണ്ട, ഡബിൾ കൊട്ടാം. ചെണ്ടയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഏതൊരു ആട്ടക്കഥയാണുള്ളത്? ചെണ്ടയ്ക്ക് ഏറ്റവും പ്രാധാന്യം, മേളത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് എൻ്റെ അറിവിൽ രാവണ ഉത്ഭവം, നരകാസുരവധം, അതിനൊക്കെയാണ് മേളത്തിന് പ്രാധാന്യമുള്ളത്. മേളത്തിനാണ് പ്രാധാന്യം. ഒരു ചെണ്ട കലാകാരൻ, ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു, അവതരിച്ച ഹനുമാന്റെ ഒരു പദം, സുഖമോ ദേവി എന്നുള്ള ആ ഒരു പദം, അത് വളരെ അപ്പോഴത്തെ ആ ഭാവം എന്നെ കണ്ണ് നിറയിച്ചിട്ടുണ്ട്. എനിക്കത് കൊട്ടാൻ വളരെ സുഖമോ ദേവി എന്നുള്ള ആ പദം, അതിങ്ങനെ പറഞ്ഞൊരാൾ എനിക്കൊരു അനുഭവം. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇല്ല, അവിടെ മേളത്തിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. ആ ഹനുമാനും സീതയായിട്ടുള്ള അപൂർവ സംഗമമാണ്. പിന്നെ അവിടെ പാട്ടിനും ഭാവത്തിനും അഭിനയത്തിനും തന്നെയാണ് പ്രാധാന്യം. അവിടെ അല്ലെങ്കിൽ പിന്നെ കലാശങ്ങൾക്കോ മുദ്രയ്ക്ക് കൂടുന്നില്ലെന്നോ അതൊന്നും അങ്ങനെ ആരും പറയാറില്ല. മേളത്തിൽ എൻ്റെ അഭിപ്രായമാണേ. അത് തന്നെ, വേറെ ആളുടെ അഭിപ്രായമാണ് അദ്ദേഹത്തിന് കരച്ചിലൊന്നും പറഞ്ഞു. അത് കഥ പാടുന്ന കാണുമ്പം പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് പൂതക്കുളത്തൊരു അമ്പലത്തിൽ ഹരിചന്ദ്രനായിരുന്നു PG നമ്മളെ RLB പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനും കൂടെ ആ പിന്നെ കുട്ടിയെ ചുടലെ ചന്ദ്രവതിയെ ചുടലെ കൊണ്ടിരിക്കുന്നതും ആ ഹരിചന്ദ്രൻ തട്ടി വരുന്ന ആ അങ്ങനത്തെ വന്നപ്പോഴത്തെ അവിടെ ഇരുന്നവരും കാണുന്നവരെല്ലാവരും അവിടെ ഇരുന്ന് കരയുന്ന ഞാനും കണ്ടു. കുട്ടിക്കൊണ്ടുവന്ന ആശ വലിയ നിലവിളിയായിരുന്നു ആരും അരങ്ങത്ത്. അതൊരു കലാകാരൻ പറഞ്ഞ് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഈ അങ്ങയുടെ കലാജീവിതത്തെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അദ്ദേഹം താങ്കൾ ഒരു അനന്തര തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ചെണ്ട കലാകാരന്മാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങ് എത്ര വർഷമായി ഈ കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നുണ്ട്? ഞാനിപ്പോൾ 1993 മുതൽ പകൽക്കുറി കലാഭാരതി ഗുരുജൻ അക്കാഡമിയിൽ ചെണ്ട അധ്യാപനാണ്. അപ്പോൾ അതിനു മുമ്പ് ആയംകുടി കുട്ടപ്പമാരാശാനായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആശ അവിടെ ഉള്ളപ്പോഴും ഞാൻ മിക്ക ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ആശാന അടുപ്പിൽ കാണും. ആശാനുമായിട്ട് അങ്ങനെ പ്രിയപ്പെട്ടു. പിന്നെ കലാഭാരതി ട്രൂപ്പിൻ്റെ കളിക്ക് ആശാൻ ഞാനുമായിട്ട് ധാരാളം കളിക്കൊട്ടിട്ടുണ്ട്. അന്നൊന്നും ഈ ഡബിൾ മേളപ്പൊന്നുമില്ല. 1-ാം ചെണ്ടക്കാരന് ഒരു സഹായിയായിട്ട് ഒരു മാറ്റച്ചെണ്ടക്കാരൻ എന്നൊക്കെ അന്ന് പറയാറുണ്ട്. ഇപ്പം അങ്ങനൊന്നും പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇനി മാറ്റക്കാരനാണ്, ഞാനും മോശക്കാരനൊന്നുമല്ല, ഞാനും അവിടെ കലാമണ്ഡലത്തിൽ 6 കൊല്ലം പഠിച്ചു തന്നെ, അല്ലെങ്കിൽ 5 കൊല്ലം പഠിച്ചു തന്നെ എന്നൊക്കെ പറയാറുണ്ട്. അന്ന് മാറ്റം ചെണ്ട ഒരാൾക്കാരും ചോദിക്കും, മാറ്റം ചെണ്ട ആരാ, മാറ്റം മന്ത്രം ആരാന്നൊക്കെയാണ് അന്ന് ചോദിക്കുന്നത്. അന്ന് ഈ മേളപ്പദം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ മെയിൻ ആശാൻ വരെ മാത്രമേ മേളപ്പദം കൊട്ടാറുള്ളൂ. പലയിടത്തും മെയിൻ ആശാൻ കേളി കൊട്ടണമെന്ന് വരെ പറഞ്ഞ് മുഖത്തലെ അമ്പലത്തിൽ വെച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി ലക്ഷം കൊണ്ട് പ്രാവശ്യം കേളി കൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ അരങ്ങിലും കളരിയിലും പ്രവർത്തിക്കുന്ന ചെണ്ട കലാകാരനെ സംബന്ധിച്ചോളം അത് തങ്ങളിലുള്ള വ്യത്യാസങ്ങൾ എവിടെയൊക്കെയാണുള്ളത്? അരങ്ങിൽ നമ്മൾ അഭിനയിക്കുന്നതിനൊപ്പം ചെണ്ട സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കളരിയിൽ ചെണ്ട അഭ്യസിപ്പിക്കുന്നു. ഈ രണ്ടും തങ്ങളിൽ ഈ തത്വത്തിൽ പ്രയോഗത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെയുണ്ട്. നമ്മളിപ്പോൾ കളരിയിൽ പഠിപ്പിക്കുമ്പം ആദ്യം ഗണപതിക്കൈ പടക്കൈ
പിന്നെ കഥകളി ചെണ്ടക്കാർക്ക് തായമ്പ ഒരു കുട്ടിത്തായമ്പ പോലെ ഇത് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കളരി ഇപ്പോൾ നമ്മൾ പുറപ്പാട് പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ 15 ഇടം നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആ രംഗത്ത് കൊട്ടുന്നത്. വേറെ ഏതെങ്കിലുമൊക്കെ ആശാന്മാർ കൊട്ടുന്ന കേട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവെക്കുന്ന പോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അപ്പോൾ അതുപോലെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുട്ടികളെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ച പല പാഠങ്ങൾ പോലെ ഉള്ള കളരി പഠിച്ച കാര്യങ്ങളെ അതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുത്ത ഉണ്ണികൃഷ്ണൻ, കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പിതാവും കണ്ടല്ലൂർ സദാശിവൻ എന്ന് പറയുന്ന സുപ്രസിദ്ധ കഥകളി ഈ ചെണ്ടവാദകനായി. അദ്ദേഹം അതുപോലെ തന്നെ മുരളി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു കഥ ഞാൻ ഇടയ്ക്ക് കാണാനിടയായിരിക്കുന്നു, ഹരിപ്പാട്. അപ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്നും കഥകളി രംഗത്ത് അരങ്ങുകളിൽ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നതായ എത്ര ശിഷ്യന്മാരിപ്പോൾ രംഗത്തുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 100ഓളം ശിഷ്യന്മാർ ഉണ്ട്. പക്ഷേ ഈ കഥകളിയിൽ മാത്രം നിൽക്കുന്ന ഏതാണ്ട് 10-15 പേരുള്ളവരുള്ളൂ. ബാക്കിയൊക്കെ ഈ മേളത്തിനും ജോലി കിട്ടിപ്പോയവരുണ്ട്, ഗൾഫിലെ ജോലി നോക്കുന്നവരുണ്ട്, കൂടുതൽ ഈ സാധാ ഉത്സവ മേളത്തിൽ കൊട്ടുന്നവരുണ്ട്, പഞ്ചാര മേളത്തിൽ അവരുണ്ട്. വേണ്ട അരങ്ങാറ്റം കഴിഞ്ഞ 100ഓളം ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പത്മഭൂഷൺ മഴവൂർ വാസുദേവൻ ആശാനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലീനായിട്ടുള്ള പിന്നെ കളഹംസം ഓയൂർ കൊച്ചുകുന്നപ്പിള്ള ആശാൻ്റെയും കൂടെ സ്ഥലമാണിത്. അദ്ദേഹമായിട്ടുള്ള അരങ്ങ് വേദികളിൽ അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഓർമ്മിക്കാണ്? കൊച്ചുകുന്നപ്പിള്ള ആശാൻ്റെ വംശത്തിനാണ്, വംശങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ആശാൻ്റെ വംശത്തിനാണ്, രാജവംശം. അത് കഴിഞ്ഞ് പിന്നെ മടവൂർ ആശാൻ്റെ വംശത്തിന് കുട്ടികളുണ്ട്, ചെന്നിത്തല ചെല്ലമ്പിള്ള ആശാൻ്റെ വംശത്തിൽ കുട്ടികളുണ്ട്, മയ്യനാട് കേശവൻ തിരുമലയുടെ വംശത്തിൽ കുട്ടികളുണ്ട്, പാറ്റ് പത്മനാഭൻ ചേട്ടൻ്റെ കുട്ടികളുണ്ട്, കലാനിലയം രാഘവനാശാൻ്റെ വംശത്തിൽ കുട്ടികളുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഓരാശാൻ കൂട്ടുന്ന പോലെ ഉള്ള എന്നുവെച്ചാൽ ആശാൻ കാണിക്കുന്ന ആ ഒരു ഉറപ്പിൻ്റെ ആയാലും എന്തായാലും അതുപോലെ ആ ഒരു സുഖവും ആ ഒരു സൗഖ്യമായി അനുഭവം അങ്ങനെ വളരെ മറ്റുള്ള നടന്മാരിൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് ഈ വേഷപ്പകർച്ചയും എല്ലാം കൂടെ. അങ്ങ് ഈ അടുത്ത കാലത്ത് സംസ്കാരം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക നിലയത്തിൽ കുട്ടികളെ കഥകളി പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു. ചെണ്ട അത് എത്ര കുട്ടികളെ അവിടെ അഭ്യസിക്കുന്നുണ്ട്? അവിടെ അവര് ഒരു ആഗ്രഹത്തിന് വേണ്ടി വന്ന് പഠിക്കും. ശനി ഞായറും ഏറ്റവും കഥകളിയിൽ വെച്ച് ആട്ടക്കഥകളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കഥ തന്നെയാണ് നളചരിതം. മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ അതിൻ്റെ വിലയിരുത്തുമ്പോൾ ഇപ്പം കോട്ടയം കഥകളോ അല്ലെങ്കിൽ മറ്റ് കഥകളെയൊക്കെ നമ്മൾ പറയുന്നത് പോലുള്ള ആ കഥയുടെ ചിട്ടപ്രധാനമായ കാര്യങ്ങൾ പലതും മാറ്റിവെച്ചാൽ നളചരിതം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എപ്പോഴും ഒരു നാടകീയ മുഹൂർത്തങ്ങൾ, നാടകം പോലെയാണ് ഈ നളചരിതം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആ നാടകീയ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഒരു പക്ഷി ഒരു രണ്ടുപേരുടെ തങ്ങളിലുള്ള പ്രേമ സല്ലാപങ്ങൾക്ക് ഒരു ദൂതനായി പ്രവർത്തിക്കുന്നു. അതാണ് അവിടെ ഉള്ളത്. അതിൽ വളരെയധികം സൗകുമാര്യം ആവശ്യമുണ്ട്. കാരണം രണ്ടുപേരെയും ഇപ്പോൾ ഈ ഹംസം എന്ന് പറഞ്ഞ ഒരു ഉത്തമ ദൂതൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തമ ദൂതൻ, ഇപ്പോൾ ഹനുമാനും ഉത്തമ ദൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ട് രാമായണത്തിൽ. അതുപോലെ ഉത്തമ ദൂതൻ്റെ ലക്ഷണങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഈ ഹംസം. ആ ഹംസത്തിൻ്റെ പിന്നെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ അതിൻ്റെ ആട്ടത്തിൻ്റെ പ്രത്യേകതകൾ അത് കാണികൾക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന തരത്തിൽ അതിൻ്റെ വളരെ ഒരു സൗകുമാര്യതയോടുകൂടി അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ചെണ്ടയ്ക്ക് എങ്ങനെ ചെണ്ടയുമായി അതിനെ സമാരസ്യപ്പെടുത്താൻ കഴിയും? ഈ ചുവന്നപ്പിള്ള ആശാൻ്റെ അംശം ആണെങ്കിൽ
ആശാൻ തെക്കൻ സമ്പ്രദായത്തിലാണ്. ശ്ലോകം കഴിഞ്ഞ് തിരിശില മാറ്റി കഴിഞ്ഞ് ചെറിയൊരു നാലായിട്ടോടു കൂടി ഈ നിലത്തുനിന്നുകൊണ്ട് തന്നെ ചെമ്പട താളത്തിൽ 4 കാലത്തിലാണ് പറക്കുന്നത്. 4-ാം കാലം ചെറിയ 4-ആയിട്ട് പോലെ അവസാനിച്ചിട്ട് അതിൻ്റെ അവസാനം പറന്ന് കയറി വന്ന് കൊത്തിപ്പറക്കുന്നതായിട്ടാണ്. വടക്കനാണെങ്കിൽ ശ്ലോകം കഴിഞ്ഞ് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചെറിയ 4-ആയിട്ടോടുകൂടി തിരിച്ചിലാത്തി ഇരട്ടിവട്ടം കൊട്ടി ചാടുന്നതോടുകൂടി ചമ്പതാളമാണ്. ചമ്പതാളം 4 കാലമാണ്. ഈ ചമ്പതാളത്തിനകത്ത് തന്നെ ആരെങ്കിലും കൊത്തിപ്പറക്കലും ചിറക് വൃത്തിയാക്കലും ഒക്കെ കാണിക്കുന്നതൊക്കെ അങ്ങനെയാണ്. തെക്കനെ ഈ പറപ്പെല്ലാം കഴിഞ്ഞിട്ടാണ് ചിറക് വൃത്തിയാക്കുന്നതും ഇരയെ പിടിക്കുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ കലാനിലയം രാഘവനാശാൻ്റെ ആദ്യമായിട്ട് ഞാൻ ഈ കഴക്കൂട്ടത്ത് കുട്ടികളും ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ്റെ കളിവക്കാരൻ പറഞ്ഞ തന്നെ വന്നപ്പം മുതൽ അന്വേഷിക്കുന്നു രാഘവനാശാൻ്റെ എന്താ രാഘവനാശാൻ ഞാൻ സംശയം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ അവിടെ കലാനിലയത്തിൽ ചെണ്ടക്കാരൻ കലാനിലയം കുഞ്ഞുണ്ണി ചേട്ടനാണ്. ശിവാസനെ പറ്റി എല്ലാ കാര്യങ്ങളും കുഞ്ഞുണ്ണി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താ കുഞ്ഞാതെ ഓയിരാശാൻ കുട്ടിട്ടുള്ള ആളില്ലേ, ഓയിരാശാനെ കുട്ടുന്നവരെ കുട്ടിയോ, ഞാൻ വടക്കനാണെങ്കിലും ഓയിരാശാനെ കുട്ടുന്നവരെ തെക്കൻ കുട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വടക്കൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തെക്കൻ കുട്ടിയാൽ മതിയെന്ന് പറയുന്ന ആദ്യമായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടാകുന്നത്. ഇതേ രാഘവനാശാന്റെ മകനാണോ ഡോക്ടർ രാജീവൻ എന്ന് പറയുന്ന കഥ? ഇപ്പോൾ ഇടയ്ക്ക് രാധാകൃഷ്ണൻ കുട്ടുന്ന ഞാൻ കണ്ടു, അദ്ദേഹത്തിന്റെ ജഡായു മോക്ഷം. അപ്പോൾ കലാമണ്ഡലം രാധാകൃഷ്ണന്റെ ചെണ്ടയായിരുന്നു അന്ന്. എവിടെയാണെന്ന് സ്ഥലം എനിക്ക് തോന്നി. അപ്പോൾ ഈ നമ്മുടെ ഈ തെക്കൻ നാട്ടിൽ മാത്രമല്ല വടക്കൻ നാട്ടിലോട്ട് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് അപ്പുറം എറണാകുളത്തിനപ്പുറമുള്ള ഈ നമ്മൾ കഥകളിയെ സംബന്ധിച്ചോളം 2 ഭാഗങ്ങളാണ്. ഒന്ന് തെക്കന്മാരും വടക്കന്മാരും എന്നൊരു പറച്ചിലുണ്ട്. അതിലെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അക്കാര്യം ചർച്ചാ വിഷയമല്ല എങ്കിൽ പോലും. അപ്പോൾ നമ്മൾ കൂടുതലും ശിവദാസൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഏകദേശം എറണാകുളത്ത് ഇപ്പുറത്തുള്ള മേഖലകളാണ്. എങ്കിലും അവിടെയുള്ള കഥകളി നടന്മാരെല്ലാം ഇവിടെ വന്ന് അഭിനയിക്കുമ്പോൾ അവരോടൊക്കെ നമുക്ക് അരങ്ങ് പങ്കിടാനുള്ള അവസരങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കഥകളി നടന്മാരിൽ ആരാണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും നമുക്ക് മൺമറഞ്ഞു പോയ ഉന്നതരായ കഥകളി വേഷക്കാരുണ്ട്. അവരിൽ ഏറ്റവും കൂടുതൽ അങ്ങേക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്ന ഈ വെളിയം സുബ്രഹ്മണ്യം കോവില് നടയിരുന്ന 1-ാം ദിവസം ചെന്നിത്തലാശാൻ്റെ നളനും ഓയിരാശാൻ്റെ ഹംസവും ഞാനും കലാമണ്ഡലം രാധാകൃഷ്ണനുമാണ് ചെന്നൈ. അത് കഴിഞ്ഞ് ദക്ഷയാകും. അപ്പോൾ ഈ അന്നെന്ന് പറഞ്ഞ ആശാന്മാരായാലും ഈ നടന്മാരായാലും പാട്ടുകാരായാലും മേളക്കാരും കളി തീർന്നേ അവിടുന്ന് പോകാറുള്ളൂ. ഇപ്പം അങ്ങനല്ല. ഒരു കഥ അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് പാടും, ഒരു കഥയ്ക്ക് കൊട്ടും, ഒരു വേഷയെ കിട്ടും. അത് അല്ലെങ്കിൽ 12 മണി 1 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് അവരെല്ലാം വരിയായിട്ടങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ള ഒരു കഥ കൊണ്ട് 6 മണി വരെ ആക്കണമെന്ന് പറയുന്ന കമ്മിറ്റിക്കാർക്കുണ്ട്. അന്ന് ഇവിടെ ആരും പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ തോന്നത്തിൽ പിതാമ്പരം ചേട്ടൻ്റെ ആണെന്ന് തോന്നുന്നു. ദക്ഷൻ വീരഭദ്രൻ നമ്മുടെ ശാസ്ത്രൻ്റെ നാടിനുള്ള തന്നെയാണോ മുഴുതാ ചേട്ടനാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. വീരഭദ്രനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ രാധാകൃഷ്ണൻ്റെ പുറകിൽ ഒരു അലർച്ച. അപ്പോൾ ചെന്നിത്തലാശാൻ ആ കാവി കൈലിയുടെ മുകളിൽ കൂടെ എത്താത്ത ഒരു തോർത്തും കൊടുത്തുകൊണ്ട് ഒരു ഇരത്താളം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഓയിരാശാൻ അപ്പുറത്ത് അണിയറെ ഒരു ബൈക്ക് സെറ്റാർ അടുത്ത് ഒരു തലയെക്കെട്ട് കെട്ടി ഇങ്ങനെ കൈയും കെട്ടി ചുട്ടോട്ടളം കൊടുക്കുന്നു. അപ്പോൾ കളി കഴിഞ്ഞപ്പം ഇയാളെന്തിനാ താളം പിടിക്കാൻ പോകുന്നത്? അത് അവന്മാർ അത് നല്ലപോലെ കുട്ടുന്നവരാണ്, അവരെ പിള്ളേരല്ലേ, അവരൊന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പോയതാണെന്നാണ് ഇന്നത്തെ ആശാൻ പറഞ്ഞത്. അങ്ങനെ ആശാൻ അസലായിട്ട് താളം പിടിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്നും ഉള്ള ആശാന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകും. പിന്നെ ആര് പാടിയാലും വേണ്ടില്ല, ആര് കളിച്ചാലും വേണ്ടില്ല, ആര് കുട്ടിയാലും വേണ്ടില്ല.